Good afternoon. Good afternoon, ma'am. ഗീതു എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല മാം, ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞു. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത് ഏത് പോർഷൻ ആയിരുന്നു? ലാസ്റ്റ് ഫ്രൈഡേ നമ്മൾ നോക്കിയത് ഏതായിരുന്നു? Barriers to selection. അത് കംപ്ലീറ്റ് ചെയ്തോ? ബാരിയേഴ്സ് ടു സെലക്ഷൻ. ഇല്ല, ഏഴാമത്തെ പോയിന്റ് മുതൽ എടുക്കാനുണ്ട്. ഒരു 2 പോയിന്റ് 7 വിട്ടു. 7 എടുക്കാനുണ്ട് അല്ലേ? ഓക്കെ കേട്ടോ, നോക്കാം. റിയലബിലിറ്റി കേട്ടോ. നമ്മള് interview said to be reliable only when it is generated consistent result again and again in simultaneous situation. നമുക്ക് ആ റിസൾട്ട് നമ്മളിപ്പോ എന്താ പറയാ, നമ്മൾ ആ ഒരു റിസൾട്ട് എപ്പോഴും ഒരു സിറ്റുവേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് റിസൾട്ട് ആണ് കിട്ടണമെങ്കിൽ മാത്രമേ നമുക്കത് വിശ്വസിക്കാനായിട്ട് പറ്റുള്ളൂ. മേ ബി വാലിഡേറ്റ് ടെസ്റ്റ്, നമുക്ക് എല്ലാ ടെസ്റ്റുകളും റിയലബിൾ ആണോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. മേ ബി എന്തെങ്കിലും ബയാസസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡോ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സിമിലർ ടു എ വാലിഡേറ്റഡ് ടെസ്റ്റ്, എ റിയലബിൾ ടെസ്റ്റ് മേ ഫോൾ ഷോർട്ട് ടു ഫോർകാസ്റ്റ് ദി ജോബ് പെർഫോമൻസ് ആക്യുറേറ്റ്ലി. നമുക്ക് എപ്പോഴും ടെസ്റ്റ് റിസൾട്ട് അല്ലെങ്കിൽ സെലക്ഷൻ ടെസ്റ്റിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ തിയറിറ്റിക്കൽ നോളജ് വളരെ കൂടുതലായിരിക്കും, നല്ല തിയറിറ്റിക്കൽ നോളജ് ഉണ്ടാവും. ബട്ട് ആൾക്ക് ചിലപ്പോ എന്താണ് പ്രാക്ടിക്കൽ സ്കില്ല് കുറവായിരിക്കും. ഒരാൾക്ക് തിയറിറ്റിക്കൽ നോളജ് ബുക്കിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് ചിലപ്പോൾ എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടാവും, നല്ല മാർക്ക് ഉണ്ടാവും. അക്കാഡമിക് നോക്കുകയാണെങ്കിൽ നല്ല മാർക്ക്, നല്ല ഫസ്റ്റ് സ്റ്റുഡന്റ് ഒക്കെ ആയിരിക്കും, ബെസ്റ്റ് സ്റ്റുഡന്റ് ഒക്കെ ആയിരിക്കും അക്കാഡമിക്കലിയും. അതേപോലെ തന്നെ സെലക്ഷൻ ടെസ്റ്റ് നടത്തിയപ്പോഴും ഫസ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു പ്രാക്ടിക്കൽ സിറ്റുവേഷനിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ ആളായിരിക്കും നമുക്കത് മനസ്സിലാക്കുന്നത് ആ വ്യക്തിക്ക് പ്രാക്ടിക്കൽ സ്കില്ല് കുറവാണുള്ളത്. അപ്പൊ നമുക്ക് എല്ലാ ടെസ്റ്റും റിയലബിൾ ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാനായിട്ട് പറ്റില്ല. അതാണ് 7th ബാരിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് പ്രഷർ ഓഫ് സെലക്ടേഴ്സ്. ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ഒരു ജോബിനെ സെലക്ട് ചെയ്യുമ്പോൾ ഇന്റർവ്യൂവർക്ക് കുറച്ച് പ്രഷർ എന്ത് ചെയ്യാറുണ്ട്, ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. മെയിൻ ആയിട്ട് ഈ പബ്ലിക് അണ്ടർടേക്കിങ്സ് ഉണ്ടല്ലോ, പബ്ലിക് അണ്ടർടേക്കിങ്സ്, അവിടെ ചില ഗവൺമെന്റിന്റെയും കൂടി കുറച്ച് കൺട്രോൾ ഉള്ള സ്ഥലത്താണ് കൂടുതലായിട്ട് ഈ പ്രഷർ വരുന്നത്. ഈ പൊളിറ്റീഷ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അവരിൽ നിന്ന് നമുക്ക് പ്രഷർ ഉണ്ടാവും. പിന്നെ നമ്മുടെ റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്ന്, ഫ്രണ്ട്സ്, ഇപ്പൊ നിങ്ങളുടെ ആരെങ്കിലും നിങ്ങളൊരു നല്ല കമ്പനിയിൽ പ്ലേസ്ഡ് ആണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വിളിച്ചിട്ട് പറയാണ്, എടാ ഇന്ന് എന്റെ ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു പരിചയക്കാരൻ നിങ്ങളുടെ കമ്പനിയിൽ ഇന്റർവ്യൂവിന് വരുന്നുണ്ട്, നീ എങ്ങനെയെങ്കിലും അവന് ആ ജോലി ഒന്ന് ശരിയാക്കി കൊടുക്കണം, ഒന്ന് സെറ്റാക്കി കൊടുക്കണം കേട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു കാൻഡിഡേറ്റിനെ ആയിരിക്കും സെലക്ട് ചെയ്യണത്. ഈവൺ ഇഫ് അദ്ദേഹത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ പോലും നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് പോവണ്ടല്ലോ, അതിനെ അഫക്ട് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, റോങ് ആയിട്ട് സെലക്ട് ചെയ്യും. അപ്പൊ പ്രഷർ ഓഫ് ദ സെലക്ഷനും റിയലബിലിറ്റി എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, സെലക്ഷൻ പ്രോസസ്സിനെ ബാഡ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. Reliability. An interview is said to be reliable only when it is generated consistent result again and again in simultaneous situation. Similar to a valid test, a reliable test may fall short to forecast. Maybe നമ്മൾക്ക് മിസ്റ്റേക്ക് പറ്റാം, നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ പ്രെഡിക്ട് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റ് പറ്റാം. ദ ജോബ് പെർഫോമൻസ് ആക്യുറേറ്റ്ലി, നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ടെസ്റ്റ് റിസൾട്ട് നോക്കിയിട്ട് മാത്രം ആ ഒരു വ്യക്തിയുടെ ജോബ് പെർഫോമൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. പ്രഷർ ഓൺ സെലക്ടേഴ്സ്. സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ഇന്റർവ്യൂസിന് എന്ത് വരാറുണ്ട്, പ്രഷർ വരാറുണ്ട്. സംടൈംസ് candidates are selected only because of pressure created on selectors. ചില കാൻഡിഡേറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എപ്പോഴായിരിക്കും, നമ്മൾക്ക് പ്രഷർ വരുമ്പോഴായിരിക്കും. ആ ഒരു കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ ആരിൽ നിന്നൊക്കെ പ്രഷർ വരാം, ബൈ ദ പൊളിറ്റീഷ്യൻ, ബ്യൂറോക്രാറ്റ്സ്, റിലേറ്റീവ്സ്, നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ടാവില്ലേ, ഫ്രണ്ട്സ് ആൻഡ് പിയേഴ്സ് ഫോർ സെലക്ഷൻ പർപ്പസ്. സെലക്ഷൻ പർപ്പസിൽ ഇവരിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ഫേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഒരു പ്രഷർ നമുക്ക് ഫേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഒബ്വിയസ്ലി
the candidates selected are not well fit for the job. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആ ജോബിന് ഫിറ്റ് ആയിരിക്കോ? മേ ബി ഫിറ്റ് ആവാം ഓർ ഫിറ്റ് ആവാതെയും ഇരിക്കാം. മേ ബി നമ്മളത് ബാഡ്ലി അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഗ്രാജുവലി സെലക്ഷൻ മീറ്റിംഗ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് take place because of this pressure. Mainly ഏതിനാണ്? പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സിനാണ് ഈ ഒരു പ്രഷർ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഫേസ് ചെയ്യുന്നത്. കാരണം പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഒക്കെ കൂടുതലായിട്ട് വരുന്നതാണ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് എന്നൊക്കെ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളുടെ ഇവിടെ ഏത് സെലക്ഷനാണ്? കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെ ഉള്ള സെലക്ഷൻ ഒക്കെ ഇല്ലേ, കോപ്പറേറ്റീവ് ബാങ്കുകൾ. അപ്പൊ ആ ബാങ്കില് ഏത് പാർട്ടിയാണോ ഭരണത്തിലിരിക്കുന്നത് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ആളെയായിരിക്കും ചിലപ്പോൾ അവർ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. ഈവൺ ഇഫ് ആ കാൻഡിഡേറ്റ്സിന് ക്വാളിഫിക്കേഷൻ ഉണ്ടോ ഇല്ലേ എന്ന് പോലും നോക്കില്ല, ആ ഒരു കാൻഡിഡേറ്റ്സിനെ ആയിരിക്കാം മേ ബി എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു സെലക്ടേഴ്സിന് എന്ത് വരുന്നുണ്ട്, ഒരു പ്രഷർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തെല്ലാം ബാരിയേഴ്സ് ആണ് സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്നത് എന്നാണ് നോക്കിയത്. ഇനി ഡൈവേഴ്സിറ്റി ഓഫ് സെലക്ഷൻ പ്രോസസ്, നമുക്കറിയാം ഒത്തിരി സെലക്ഷൻ പ്രോസസ്, സെലക്ഷൻ മെത്തേഡ്സ്, ടെസ്റ്റുകൾ ഉണ്ട്. അപ്പൊ ഇതെല്ലാം സ്റ്റേറ്റ് ചെയ്യുന്ന എന്താണ്, ഒരു പെർഫെക്റ്റ് വേ ഇല്ല, ഒരാളെ സെലക്ട് ചെയ്യാൻ ഒരു പെർഫെക്റ്റ് വേ ഇല്ല എന്ന് തന്നെയാണ് ഇത് സ്റ്റേറ്റ് ചെയ്യുന്നത്. രണ്ടാമതാണ് ചേഞ്ചസ് ഇൻ ഓർഗനൈസേഷൻ എൻവയോൺമെന്റ്. നമുക്കറിയാം ഓർഗനൈസേഷൻ എൻവയോൺമെന്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിനനുസരിച്ച് നമ്മള് മാറിക്കൊണ്ടിരിക്കണം, എംപ്ലോയീസിനും മാറ്റം വരണം പീരിയഡ് ടൈം ടു ടൈം. അതേപോലെ തന്നെ ഓരോ എംപ്ലോയീസും ചെയ്യുന്ന രീതി, വർക്ക് ചെയ്യുന്ന രീതി ഒരു സെപ്പറേറ്റ് അൺഡിഫിനായിരിക്കും. എന്നുവെച്ചാൽ ഒരാൾ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഈ ഇവരുടെ വർക്കിംഗ് സ്റ്റൈലൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ആ വ്യക്തിക്ക് കാപ്പബിലിറ്റി ഉണ്ടോ ഇല്ലേ എന്ന് മാത്രമേ പ്രെഡിക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അദ്ദേഹത്തിന് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അതൊരു ബാരിയർ ആണ്. ടൈം ആൻഡ് കോസ്റ്റ് എക്സ്പെൻസ്. സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിമെറിറ്റ്സ് ഒക്കെ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താണ് സെലക്ഷൻ എന്ന് പറയുന്നത്? ടൈം കൺസ്യൂമിങ് പ്രോസസ് ആണ്. അതേപോലെ തന്നെ എക്സ്പെൻസീവ് പ്രോസസ് ആണ്. നമുക്ക് ഒത്തിരി എക്സ്പെൻസ് വരുന്നുണ്ട്. എന്തൊക്കെയാണ്? അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ്, ഏജൻസി ഫീ, കോസ്റ്റ് ഓഫ് ടെസ്റ്റിംഗ്, അതേപോലെ ഒത്തിരി ചെലവുകൾ നമുക്ക് അല്ലാതെ വരുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട്, സെലക്ഷന് വേണ്ടിയിട്ട്. ഇനി പ്രിസെപ്ഷൻസ്, നമുക്ക് ഓരോ വ്യക്തിയുടെയും, ഇപ്പൊ എന്റെ പോയിന്റ് ഓഫ് വ്യൂവില് മേ ബി നയന കറക്റ്റ് ആണ്, പെർഫെക്റ്റ് ആണ് എന്ന് തോന്നുമ്പോൾ മേ ബി വേറൊരു എന്താണ് ഇന്റർവ്യൂർ ഉണ്ടെങ്കിൽ ആൾക്ക് തോന്നുന്ന ആരായിരിക്കും, ഗീതു ആണ് പെർഫെക്റ്റ് എന്ന് വെച്ചാൽ. ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് അത് എന്ത് ചെയ്യുന്നത്, ഓരോരുത്തരുടെ പ്രിസംഷൻസ് റിലേറ്റഡ് ആണ്. നമ്മുടെ ഓരോരുത്തരുടെയും പോയിന്റ് ഓഫ് വ്യൂ അനുസരിച്ചാണ് നമ്മൾ ഓരോരുത്തരെയും എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. ദെൻ ഫെമിലിയനെസ്, നമ്മൾക്ക് പരിചയമുള്ള ഒരാളെയാണ്, പരിചയമുള്ള ആൾ ഇന്റർവ്യൂവിന് വരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ മേ ബി ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ അയാളെ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഈവൻ ഇഫ് ഡിസ്ക്രിമിനേഷൻ ബേസിൽ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഞങ്ങൾ ഒരേ റിലീജിയൻ ആണ്, അതുകൊണ്ട് ഞാൻ അയാളെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ, ഓരോ റേസ് ആണ്, ജെൻഡർ ഇന്നതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്റെ ഫ്രണ്ട് ആണെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ അയാളെ സെലക്ട് ചെയ്യാണ്. അതൊരു ബാരിയർ ആയിട്ടാണ് വരുന്നത്. വാലിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ടെസ്റ്റും കറക്റ്റ് വാലിഡേറ്റഡ് ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺഫേം ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം മേ ബി ആ ടെസ്റ്റ് നടത്തിയപ്പോൾ അവർക്ക് നല്ല സ്കോർ കിട്ടിയിട്ടുണ്ടാവും, നല്ല സ്കോർ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ ആ വർക്ക് അദ്ദേഹം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അതിന് വാലിഡിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ദെൻ റിയലബിലിറ്റി ആണ്, അത് വെച്ച് നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല. ടെസ്റ്റ് റിസൾട്ട് എല്ലാ സിറ്റുവേഷനിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിശ്വസിക്കാനായിട്ട് പറ്റില്ല. ഇപ്പോ നമുക്ക് ടെസ്റ്റ് നടത്തിയിരിക്കുന്നത് ടെക്നിക്കൽ സ്കില്ല് നീഡഡ് ആയിട്ടുള്ള ജോബിന് വേണ്ടിയിട്ടാണ്. ആൾക്ക് തിയറിറ്റിക്കൽ നോളജ് നല്ല പോലെ ഉണ്ടാവും, പക്ഷെ ടെക്നിക്കൽ സ്കില്ല് കുറവാണെങ്കിൽ നമുക്കത് എന്താണ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ വ്യക്തി ചിലപ്പോൾ നമ്മൾ സെലക്ഷൻ പ്രോസസ് എന്താവും, ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി സെലക്ട് ചെയ്യുമ്പോൾ സെലക്ടേഴ്സ് അല്ലെങ്കിൽ ഇന്റർവ്യൂവേഴ്സ് പ്രഷർ അനുഭവിക്കുന്നുണ്ട്. പൊളിറ്റീഷ്യന്റെ ഭാഗത്തു നിന്ന്, റിലേറ്റീവ്സിന്റെ ഭാഗത്തു നിന്ന്, ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്നൊക്കെ എന്തുണ്ട്, പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അത് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ സെലക്ഷൻ സാധാരണയായിട്ട് മെയിൻ ആയിട്ട് ഈ ഒരു പ്രഷർ എവിടെ വരുന്നത്, പബ്ലിക് അണ്ടർടേക്കിങ്സിലാണ് മെയിൻ ആയിട്ട് എന്ത് പൊളിറ്റീഷ്യന്റെ ഒക്കെ ഇന്റർഫിയറൻസ് കൂടുതലായിട്ടുള്ളത്. പൊളിറ്റീഷ്യൻ പറയുന്ന ആളായിരിക്കാം നമ്മൾ സെലക്ട് ചെയ്യേണ്ടതൊക്കെ വരുന്നത്. അപ്പൊ അത് ചില പബ്ലിക് അണ്ടർടേക്കിങ്സിൽ ഇന്നും നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇത്രയുമാണ് ബാരിയേഴ്സ് ഓഫ് സെലക്ഷനിൽ വരുന്നത്. ഒന്ന് ടോട്ടലി ഒന്ന് റീഡ് ചെയ്യാൻ പറ്റും ബാരിയേഴ്സ് ഓഫ് സെലക്ഷൻ?
റീഡ് ചെയ്തോ അത്? ബാരിയേഴ്സ് ഓഫ് സെലക്ഷൻ റീഡ് ചെയ്തോ? ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, ഇനി നമ്മള് റിക്രൂട്ട്മെന്റും സെലക്ഷനും കംപ്ലീറ്റ് ആവാണ്. അപ്പോ റിക്രൂട്ട്മെന്റിന്റെയും സെലക്ഷന്റെയും ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയിട്ട് കുറച്ച് നാളായല്ലേ? ഞാൻ ആദ്യമായിട്ട് എടുത്ത ചാപ്റ്റർ ആണ്. ഇത്തിരി നാളായി ചാപ്റ്റർ തുടങ്ങിയിട്ട് അല്ലേ? നമ്മളപ്പോ അവസാനത്തെ പോർഷനിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. 2 ടോപ്പിക് കൂടി കവർ ചെയ്ത ചാപ്റ്റർ കംപ്ലീറ്റ് ആണ്. അപ്പോൾ ലാസ്റ്റ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷന്റെ ലാസ്റ്റ് പോർഷൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. എന്തൊക്കെയാണ് റിക്രൂട്ട്മെന്റ് സെലക്ഷനും തമ്മിലുള്ള പ്രോസസ് ഡിഫറൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് സീക്വൻസ് ആണ്. ബേസിക് ഓഫ് ഡിഫറൻസ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ഞാൻ ബോക്സ് ആണ് റീഡ് ചെയ്യുന്നത്. റിക്രൂട്ട്മെന്റ് ഈസ് ഓൾവേസ് കണ്ടക്റ്റഡ് ബിഫോർ ദ സെലക്ഷൻ പ്രോസസ്. സെലക്ഷൻ പ്രോസസ്സിന് മുമ്പാണ് എന്ത് കണ്ടക്ട് ചെയ്യുന്നത്? റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. റിക്രൂട്ട്മെന്റിന്റെ ശേഷമാണ് എന്ത് വരുന്നത്? സെലക്ഷൻ വരുന്നത്. സെലക്ഷൻ ഈസ് ഓൾവേസ് കണ്ടക്റ്റഡ് ആഫ്റ്റർ ദ റിക്രൂട്ട്മെന്റ് പ്രോസസ്. റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് ശേഷമാണ് എന്ത് വരുന്നത്? സെലക്ഷൻ വരുന്നത്. ഇനി റിക്രൂട്ട്മെന്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നമുക്ക് നോക്കാം. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് റിക്രൂട്ട്മെന്റ് ഈസ് ടു അട്രാക്ട് മാക്സിമം നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ ആപ്ലിക്കന്റ് ഇൻ ഓർഡർ ടു ഗെറ്റ് ലാർജ് ആപ്ലിക്കേഷൻസ്. അപ്പൊ നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ആപ്ലിക്കൻസിന് എന്ത് ചെയ്യണം? ഈ ജോബിലേക്ക് അട്രാക്ട് ചെയ്യണം. അപ്പൊ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ടു അട്രാക്ട് മാക്സിമം നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ ആപ്ലിക്കൻസ്. അപ്പൊ മാക്സിമം നമ്പർ ഓഫ് ആപ്ലിക്കൻസിന് നമ്മൾ ആ ജോബിലേക്ക് എന്ത് ചെയ്യണം? അട്രാക്ട് ചെയ്യണം എന്നാണ് ഇവിടെ വരുന്നത്, റിക്രൂട്ട്മെന്റിൽ വരുന്നത്. നെക്സ്റ്റ്, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സെലക്ഷൻ ഈസ് ചൂസ് ദ ബെസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്. നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റിനെ എന്ത് ചെയ്യണം? ചൂസ് ചെയ്യണം. അതാണ് സെലക്ഷനിൽ വരുന്നത്. The main objective of the selection is to choose the best suitable candidates from the applicant pool. അത്രയും ആപ്ലിക്കേഷന് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. അതാണ് സെലക്ഷനിൽ വരുന്നത്. ഇനി പ്രോസസ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിക്രൂട്ട്മെന്റ് എന്താണ്? ഒരു പോസിറ്റീവ് പ്രോസസ് ആണ് അല്ലെ? റിക്രൂട്ട്മെന്റ് എല്ലാ ആപ്ലിക്കൻസിന്റെ കയ്യിൽ നിന്നും ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്നുണ്ട്. സോ ഇതെന്താണ്? ഒരു പോസിറ്റീവ് പ്രോസസ് ആണ് എന്ത്? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റ് ഈസ് കോൾഡ് എ പോസിറ്റീവ് പ്രോസസ് because it involves the process of generating large pool of applications. Large number of applications അവരെന്ത് ചെയ്യുന്നുണ്ട്? റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പൊ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് പ്രോസസ് ആണ്. ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം സെലക്ഷൻ എന്ത് പ്രോസസ് ആണ്? സെലക്ഷൻ ഈസ് കോൾഡ് എ നെഗറ്റീവ് പ്രോസസ്. കാരണം എന്താണ്? നമുക്ക് വേണ്ട ആപ്ലിക്കൻസിനെ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. ബാക്കി എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യാണ്? റിജക്ട് ചെയ്യാണ്. അതുകൊണ്ട് സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ് ആണ്. സെലക്ഷൻ ഈസ് കോൾഡ് എ നെഗറ്റീവ് പ്രോസസ് ബിക്കോസ് ഇറ്റ് ഇൻവോൾവ് ദ പ്രോസസ് which reject a large number of applicants and only few best applicants are selected for the job. നമ്മൾ ആ വന്ന ആപ്ലിക്കേഷന് ഭൂരിഭാഗം ആപ്ലിക്കേഷൻസ് നമ്മൾ എന്ത് ചെയ്യാണ്? റിജക്ട് ചെയ്യാണ്. ഏറ്റവും ബെസ്റ്റ് ആപ്ലിക്കൻസിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? സെലക്ട് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റിക്രൂട്ട്മെന്റിന്റെ മെത്തേഡ് എന്ന് വെച്ചാൽ അത്ര കോംപ്രിഹെൻസീവോ അത്ര സ്കിൽഡ് ഹൈലി സ്കിൽഡ് പേഴ്സൺസിന് മാത്രമല്ല റിക്രൂട്ട്മെന്റ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. മെത്തേഡ്സ് നോക്കുന്നത്, മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ആർ നോട്ട് വെരി കോംപ്രിഹെൻസീവ്. Therefore, there is no more requirements of persons with highly skilled persons. റിക്രൂട്ട്മെന്റ് ചെയ്യാനായിട്ട് അധികം സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒന്നും വേണ്ട. ആപ്ലിക്കേഷൻസ് സ്വീകരിക്കാനല്ലേ? അതിന്റെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുക, വരുന്ന ആപ്ലിക്കേഷൻസ് കളക്ട് ചെയ്യുക. അതൊരു നോട്ട് കോംപ്രിഹെൻസീവ് പ്രോസസ്സും അല്ല, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സും അല്ല എന്ത്? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ബട്ട് സെലക്ഷൻ, വെരി സ്പെഷ്യലൈസ്ഡ് മെത്തേഡ് are required in selection process. നമ്മൾ നോക്കി സെലക്ഷൻ പ്രോസസ്സിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സ് വേണം. Therefore, in this process, only skilled persons like expert of selection test, conducting interview, etc. are considered.
അപ്പോ എക്സ്പേർട്സ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമാണ് സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ എക്സ്പേർട്ട് ആയിരിക്കണം, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ എക്സ്പേർട്ട് ആയിരിക്കണം. സ്കിൽഡ് പേഴ്സൺസിന് മാത്രമേ എന്ത് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ, സെലക്ഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാല് നോട്ട് വെരി കോംപ്രിഹെൻസീവ്. സോ നമുക്ക് അത്ര സ്കിൽഡ് ആയിട്ടുള്ള ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒന്നും വേണ്ട റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യാൻ. ബട്ട് സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് മെത്തേഡ് ആണ്. ദർഫോർ സ്കിൽഡ് പേഴ്സണേഴ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെലക്ഷൻ ടെസ്റ്റും ഇന്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സർവീസ് കോൺട്രാക്ട് ഉണ്ടോ റിക്രൂട്ട്മെന്റിൽ? ഇല്ല, ഔട്ട്കം സർവീസ് കോൺട്രാക്ട് അല്ല. ഓക്കെ, സർവീസ് കേട്ടോ. ഓക്കെ, 1 minute. Service contract are not outcome of recruitment process. Recruitment process in the result service contract or no? Allah. Maybe selection ആയിരിക്കാം. But selection result selected ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ വരുന്നത്, കോൺട്രാക്ട് ആണ്. എംപ്ലോയിയും അതേപോലെ തന്നെ എംപ്ലോയറും സെലക്ടഡ് കാൻഡിഡേറ്റും തമ്മിൽ ഒരു സർവീസ് കോൺട്രാക്റ്റിൽ ഏർപ്പെടും. There is a service contract between employer and the selected candidates. നമ്മൾ സെലക്ട് ചെയ്തതിനു ശേഷം അവിടെ എന്താണ്, എംപ്ലോയറും അതേപോലെ തന്നെ കാൻഡിഡേറ്റ്സും തമ്മിൽ ഒരു സർവീസ് കോൺട്രാക്റ്റിൽ ഏർപ്പെടും. റിക്രൂട്ട്മെന്റ് കേസിൽ അങ്ങനെ ഒരു സർവീസ് കോൺട്രാക്ട് ഇല്ല. പക്ഷെ സെലക്ഷന്റെ കേസിൽ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ എന്തില് ഒരു സർവീസ് കോൺട്രാക്റ്റിൽ ഏർപ്പെടണം. റിക്രൂട്ട്മെന്റ് റിസൾട്ട് ഇൻ പൂൾ ഓഫ് ആപ്ലിക്കേഷൻ which serves as input for the process of selection. റിക്രൂട്ട്മെന്റ് എന്തിന് കാരണമാവുന്നു, നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യാനായിട്ട് വരും. ഒത്തിരി സെലക്ഷൻ പ്രോസസ്സിന് വേണ്ട ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് റിക്രൂട്ട്മെന്റിൽ നിന്ന് കിട്ടും. റിക്രൂട്ട്മെന്റ് റിസൾട്ട് എന്താണ്, മാക്സിമം നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യുക, റിസീവ് ചെയ്യുക എന്നുള്ളതാണ് റിക്രൂട്ട്മെന്റിന്റെ റിസൾട്ട്. ബട്ട് സെലക്ഷനെ സംബന്ധിച്ച് സെലക്ഷൻ പ്രോസസ് റിസൾട്ട് ഇൻ the form of selecting final candidate who will get the job offer. സെലക്ഷനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ സെലക്ഷന്റെ മെയിൻ എയിം അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറഞ്ഞാല് ആ ഒരു ജോബിലേക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ഇതാണ് ആരുടെ എന്തിന്റെ റിസൾട്ട്, സെലക്ഷന്റെ റിസൾട്ട്. ഫൈനൽ കാൻഡിഡേറ്റ്സിന് ജോബ് ഓഫർ കൊടുക്കുക, അതാണ് സെലക്ഷന്റെ റിസൾട്ട്. ഓക്കെ, നമ്മള് പറഞ്ഞത് റിക്രൂട്ട്മെന്റ് സെലക്ഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്തതിനു ശേഷമാണ്, സെലക്ഷന് മുമ്പാണ് എന്ത് കണ്ടക്ട് ചെയ്യുന്നത്, റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. റിക്രൂട്ട്മെന്റിന് ശേഷമാണ് സെലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സീക്വൻസ് പറയണം, ഫസ്റ്റ് റിക്രൂട്ട്മെന്റ്, ദെൻ സെക്കൻഡ് സെലക്ഷൻ. റിക്രൂട്ട്മെന്റ് ഒബ്ജക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യുക, നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് അട്രാക്ട് ചെയ്യുക, ജോബ് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാർജ് എന്താണ് മാക്സിമം കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യാന്നാണ് റിക്രൂട്ട്മെന്റിൽ പറയുന്നത്. സെലക്ഷനിൽ ചൂസ് ദ ബെസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്, അത്രയും ആപ്ലിക്കേഷനിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നതാണ് ഇവിടെ വരുന്നത്, സെലക്ഷനിൽ വരുന്നത്. ഇനി നമുക്കറിയാം റിക്രൂട്ട്മെന്റ് ഒരു പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്, കാരണം എല്ലാ ആപ്ലിക്കേഷൻസും അവരോട് റിസീവ് ചെയ്യുന്നുണ്ട്. പക്ഷേ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് പ്രോസസ് ആണ്. കാരണം എന്താണ്, അവർക്ക് വേണ്ട ആപ്ലിക്കേഷൻസ് മാത്രമാണ് അവര് സെലക്ട് ചെയ്യുന്നത്, ബാക്കിയെല്ലാം എന്ത് ചെയ്യാണ്, റിജക്ട് ചെയ്യാണ്. ഇനി റിക്രൂട്ട്മെന്റിന് അത്ര സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസോ അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള നേച്ചറോ ഒന്നല്ല, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സോ അല്ല എന്ത് റിക്രൂട്ട്മെന്റ്. പക്ഷേ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വെരി സ്പെഷ്യലൈസ്ഡ് മെത്തേഡ് ആണ്. അതിന് പേഴ്സണലൈസ്ഡ് സ്കിൽഡ് പേഴ്സൺസ് വേണം, എന്നാൽ മാത്രമേ അവർക്ക് സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാനും പേഴ്സണൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാനും പറ്റുള്ളൂ. ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്ത് ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. റിക്രൂട്ട്മെന്റ് സർവീസ് കോൺട്രാക്ട് ഇല്ല, റിക്രൂട്ട്മെന്റ് സർവീസ് കോൺട്രാക്ട് ഇല്ല, നെസസറി അല്ല. പക്ഷെ സെലക്ട് ചെയ്തു എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ കോൺട്രാക്ട് വരും, എംപ്ലോയറും സെലക്ടഡ് കാൻഡിഡേറ്റ്സും തമ്മിൽ എന്ത് വരുന്നുണ്ട്, കോൺട്രാക്ട് വരുന്നുണ്ട്. ഇനി റിസൾട്ട് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് റിസൾട്ട് എന്താണ്, മാക്സിമം നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സിന്റെ ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യാം. സെലക്ഷന്റെ റിസൾട്ട് എന്താണ്, സെലക്ടിങ് ദ ഫൈനൽ കാൻഡിഡേറ്റ്സ് ഹു ഗെറ്റ് ദ ജോബ് ഓഫർ. ആർക്കാണോ ആ ഒരു ജോബ് ഓഫർ കിട്ടുന്നത്, ഫൈനൽ കാൻഡിഡേറ്റ്സിന് ആ ജോബ് ഓഫർ കൊടുക്കുക എന്നുള്ളതാണ് എന്തിന്റെ റിസൾട്ട്, സെലക്ഷന്റെ റിസൾട്ട്.
എന്താണ് റിക്രൂട്ട്മെന്റ്, എന്താണ് സെലക്ഷൻ മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. എല്ലാവരും വായിച്ചു നോക്കിയോ? ഓക്കെ. ക്ലിയർ ആയിട്ട് മനസ്സിലായി? അതോടെ നമ്മൾ സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് കഴിഞ്ഞു. നമ്മൾ കാൻഡിഡേറ്റ്സിന് ജോബ് ലെറ്ററും കൊടുത്തു, ജോബ് ഓഫറും കൊടുത്തു, സെലക്ട് ചെയ്തു.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാല് കാൻഡിഡേറ്റ്സിന് നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ച്, ഓർഗനൈസേഷന്റെ വർക്കിങ്ങിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ. ഓർഗനൈസേഷൻ ഇങ്ങനെയാണ്, വർക്കിംഗ് ഇങ്ങനെയാണ്, ഇവിടുത്തെ എൻവയോൺമെന്റ് കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ എംപ്ലോയിക്ക്, ഫ്രഷ് എംപ്ലോയിക്ക് അല്ലെങ്കിൽ ന്യൂ എംപ്ലോയിക്ക്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ എന്ന് പറയും. ഇൻഡ്യൂഷൻ ഓർ ഓറിയന്റേഷൻ നമുക്ക് നോക്കാം. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഓറിയന്റേഷൻ: the process of making new employees familiar with the present employee and the present employees and practice of the organization is termed as orientation or intuition. നമ്മൾ പുറത്തുനിന്ന് ഒരു എംപ്ലോയിനെ കൊണ്ടുവന്നിരിക്കുക അല്ലെങ്കിൽ എംപ്ലോയിനെ സെലക്ട് ചെയ്തിരിക്കുക, നമ്മുടെ ഓർഗനൈസേഷൻ പ്രാക്ടീസിനെയും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. ആ ഒരു പ്രോസസ്, ആ ഫെമിലിയറൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ. ആ ഒരു എംപ്ലോയിനെയും കൂടി നമ്മുടെ ഓർഗനൈസേഷനിൽ ഇൻഡ്യൂസ് ചെയ്യാണ്, ഇൻക്ലൂഡ് ചെയ്യാണ്. അല്ലെങ്കിൽ ഓറിയന്റേഷൻ ഒരു പരിഷ്കരണമാണ്, കാരണം അവർക്ക് ഇത്രയും നാൾ അറിയാത്ത അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിലേക്കാണ് അവർ വന്നിരിക്കുന്നത്. അവർ നമ്മൾ ഫെമിലിയറൈസ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഓർഗനൈസേഷൻ ഇങ്ങനെയാണ്, ഇവിടുത്തെ വർക്കിംഗ് ഇങ്ങനെയാണ്, കാര്യങ്ങൾ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്, ഓർ ഓറിയന്റേഷൻ എന്ന് പറയും. All the activities of introducing a new candidate to the organization and his departments are involved in the ഇൻഡ്യൂഷൻ പ്രോസസ്. അപ്പോൾ നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കാൻഡിഡേറ്റ്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. ഓർഗനൈസേഷനിലെയും മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിലെയും ആക്ടിവിറ്റീസും പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കും, ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. ആ ഒരു പ്രോസസ്സാണ് എന്ത്, ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്. ഇൻഡ്യൂഷൻ ട്രെയിനിങ് ഫോക്കസസ് എക്സ്ക്ലൂസീവ്ലി ഓൺ കമ്പനി ഹിസ്റ്ററി. നമ്മള് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മെയിൻ ആയിട്ട് നോക്കുന്നുണ്ട്. കമ്പനി ഹിസ്റ്ററി പറഞ്ഞു കൊടുക്കും, അതേപോലെ പ്രിക്കോഷൻസ് കാര്യങ്ങൾ എടുക്കണം. നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് പറഞ്ഞു കൊടുക്കും, കമ്പനിയുടെ പോളിസീസ് ആൻഡ് മെഷേഴ്സ് പറഞ്ഞു കൊടുക്കും. ആൻഡ് ഈസ് ഓഫ്റ്റൻ യൂസ്ഡ് ആസ് എ മീൻസ് ഓഫ് എഫക്റ്റീവ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ്. എഫക്റ്റീവ് ലേണിങ്ങിനും ഡെവലപ്മെന്റിനും വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. ദിസ് ടൈപ്സ് വേരീസ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ കമ്പനീസ്. അപ്പൊ ഇൻഡിവിജ്വൽ കമ്പനീസിൽ എങ്ങനെ അത് വേരി ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ കമ്പനി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എന്നാലും കമ്പനിയുടെ പോളിസീസ്, മെഷേഴ്സ് കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈച്ച് കമ്പനി ഷുഡ് മേക്ക് യൂസ് ഓഫ് സബ്ജക്ട് മാറ്റർ ടു ഗോ വെൽ വിത്ത് ഇറ്റ്സ് ഓൺ സ്പെസിഫിക് നീഡ്സ്. അപ്പം നമ്മൾ ഓരോ കമ്പനിയും ഒരു സബ്ജക്ട് മാറ്ററിനെ കുറിച്ചിട്ട് അവരുടെ സ്പെസിഫിക് നീഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പുതിയ എംപ്ലോയിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇറ്റ് ബിക്കം എ നെസസിറ്റി ദാറ്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ട്രെയിനിങ് പ്രോഗ്രാം ഈസ് വെൽ പ്ലാൻഡ് ആൻഡ് പ്രസന്റഡ് ഇൻ ദ സ്ട്രക്ചർ, അപ്പീലിംഗ് ആൻഡ് യൂസ്ഫുൾ മാനർ റിഗാർഡ്ലെസ് സൈസ്. അതേപോലെ തന്നെ നമ്മൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ട്രെയിനിങ് പ്രോഗ്രാംസും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യണം ന്യൂലി സെലക്ടഡ് ആയിട്ടുള്ള എംപ്ലോയിക്ക്. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത് സ്ട്രക്ചർ ചെയ്തിട്ട് വേണം അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനായിട്ട്. യൂസ്ഫുൾ മാനറിൽ വേണം നമ്മളത് പറഞ്ഞു കൊടുക്കാൻ, റിഗാർഡ്ലെസ് ഓഫ് സൈസ്. നമ്മുടെ ഓർഗനൈസേഷൻ സൈസ് റിലേറ്റഡ് അല്ല, പുതുതായിട്ടൊരു എംപ്ലോയിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കമ്പനിയിലേക്ക് സെലക്ട് ചെയ്തു, അപ്പൊ നമ്മൾ അവർക്ക് വേണ്ട അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം. അപ്രോപ്രിയേറ്റ് ഇൻജക്ഷൻ ട്രെയിനിങ് ഇസ് മെയിൻലി എ ലീഗൽ നെസസിറ്റി. ഏതൊരു സ്ഥാപനത്തിനെ സംബന്ധിച്ചും പുതുതായിട്ടൊരു എംപ്ലോയിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ലീഗലി നമ്മൾ എന്ത് ചെയ്യണം, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് ദ ഫോർമൽ ഡ്യൂട്ടി ഓഫ് ദ എംപ്ലോയർ. ഒരു എംപ്ലോയറിനെ സംബന്ധിച്ച് ഒരു ഫോർമൽ ഡ്യൂട്ടി ആണ്. കാരണം ഒരു ഫ്രഷ് ആയിട്ടുള്ള എംപ്ലോയിക്ക് ആ ഓർഗനൈസേഷനെ കുറിച്ചിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല. അവിടെ എന്തൊക്കെയാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന പോളിസീസും മെഷേഴ്സും കാര്യങ്ങളും ഒന്നും അറിയില്ല. നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഫ്രഷ് എംപ്ലോയിക്ക് നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽസ് A to Z കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, വ്യക്തമായി പറഞ്ഞ് കൊടുക്കണം. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ്, ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. ഇറ്റ് ഈസ് ദ ഫോർമൽ ഡ്യൂട്ടി ഓഫ് ദ എംപ്ലോയർ ടു ഗീവ് ഫ്രഷ് എംപ്ലോയി all significant information and training associated with the job, mainly related to health and safety. അതേപോലെ തന്നെ ജോബായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻസും ട്രെയിനിങ്ങും കൊടുക്കണം. അതേപോലെ അവരുടെ ഹെൽത്തും സേഫ്റ്റി പ്രിക്കോഷൻസ് എന്തെല്ലാം കാര്യങ്ങളാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും നമ്മൾ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. അക്കോർഡിംഗ് ടു റോബർട്ട് എൽ സ്മിത്ത്,
Maths. Orientation is the process of planned induction of an employee to their job. Orientation എന്ന് പറഞ്ഞ ഒരു പ്ലാൻഡ് പ്രോസസ് ആണ്. ഇൻട്രൊഡക്ഷൻ ഓഫ് ആൻ എംപ്ലോയിക്ക് ആ ജോബിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ജോബിനെ കുറിച്ച് മാത്രമല്ല, ഓർഗനൈസേഷനെ കുറിച്ചിട്ട്, അവരുടെ കോവർക്കേഴ്സിനെ കുറിച്ചിട്ട്, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരെ കുറിച്ചിട്ട് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. അക്കോർഡിംഗ് ടു ഗ്രേ ഡെൽസർ, orientation is a procedure for providing new employee with a basic background information about the firm. അപ്പോ എന്താ പറയുക, ഓറിയന്റേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ്, പുതുതായിട്ട് നമ്മൾ എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതിൽ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, നമ്മുടെ കമ്പനിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ന്യൂലി ഹയർഡ് എംപ്ലോയിക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ, എന്താണ് ഓറിയന്റേഷൻ എന്ന് നോക്കൂ. ഒന്ന് റീഡ് ചെയ്ത് നോക്കട്ടോ. നോക്കിയോ എന്താണ് ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഇൻട്രൊഡ്യൂസിംഗ് ദ ന്യൂ കാൻഡിഡേറ്റ്സ് ടു ന്യൂ അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ ന്യൂ ഓർഗനൈസേഷന്റെ സ്ട്രക്ചറും കാര്യങ്ങളും പോളിസീസും മെഷേഴ്സും ആ ഒരു എൻവയോൺമെന്റും അവരുടെ കൊളീഗ്സിനെയും ആ ഒരു കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നമ്മളായാലും നിങ്ങളായാലും ഒരു ഓർഗനൈസേഷനിലേക്ക് ആദ്യമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അൺഫെമിലിയർ ആയിരിക്കൂലേ ആ ഓർഗനൈസേഷനെ കുറിച്ചിട്ട്. അപ്പോ നമുക്കൊന്ന് ഫെമിലിയർ ആക്കി തരണമല്ലോ, ആ ഓർഗനൈസേഷനിൽ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് എന്നൊന്ന് ഫെമിലിയറൈസ് ചെയ്യണ്ടേ. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. വൺ മിനിറ്റ്. നോക്കാം കേട്ടോ. പർപ്പസ് ഓഫ് ഓറിയന്റേഷൻ ആണ്. ഓറിയന്റേഷന്റെ പർപ്പസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഇത് നോക്കുന്നത്. ഇൻഡ്യൂഷനെ കൊണ്ട് നമുക്ക് എന്താണ് മെയിൻ ആയിട്ടുള്ള പർപ്പസ് ശരിക്കും നമുക്ക് നോക്കാം. ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് വെൽക്കമിങ്, ഫോർമലി വെൽക്കമിങ് ആൻ എംപ്ലോയിനെ നമ്മൾ ഫോർമലി വെൽക്കം ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ആ ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ കുറിച്ചിട്ട് ഒരു ഫ്രഷ് ആയിട്ടുള്ള എംപ്ലോയിന്റെ അടുത്ത് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഫോർമലി നമ്മൾ അവരെ ആ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓവർകമ്മിങ് ഇനിഷ്യൽ അൺഈസിനെസ് ആൻഡ് ഹെസിറ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, നമുക്ക് ആദ്യം അൺഫെമിലിയർ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു
പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു അൺഈസിനെസ് ഓവർകം ചെയ്യുക, അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഓറിയന്റേഷൻ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓറിയന്റേഷൻ ആൻഡ് ട്രെയിനിങ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ആ ഒരു കാര്യം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആണ്. ന്യൂ എംപ്ലോയീസിന് ഓർഗനൈസേഷന്റെ ജോബും ഡിപ്പാർട്ട്മെന്റ്സും പീപ്പിൾസിനെ കുറിച്ചിട്ടൊക്കെ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമുക്കൊരു അവസരമാണ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് എംപ്ലോയിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ബാക്ക്ഗ്രൗണ്ട്, ഇൻഡിവിജ്വലി അവരുടെ പ്ലാൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, കരിയർ പ്ലാൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഓറിയന്റേഷനിലൂടെ നമുക്ക് എംപ്ലോയിനെ അസസ് ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് ഇനി ട്രെയിനിങ്, എക്സ്ട്രാ ട്രെയിനിങ്ങോ മറ്റു കാര്യങ്ങളോ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അസിമുലേറ്റിംഗ് അക്കംപനേറ്റിംഗ് ദ എംപ്ലോയീസിന് നമ്മുടെ ഓർഗനൈസേഷനായിട്ട് പൊരുത്തപ്പെടാനായിട്ട് നമുക്കത് ഹെൽപ്പ് ചെയ്യും. നമുക്ക് നോക്കാം എന്തെല്ലാമാണ് പർപ്പസ് ഓഫ് ഓറിയന്റേഷൻ. നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഫോർമൽ വെൽക്കമിംഗ് ഓഫ് ആൻ എംപ്ലോയി. ഒരു ഫോർമൽ ആയിട്ടൊരു എംപ്ലോയിനെ വെൽക്കം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഇൻഡ്യൂഷൻ പ്രോഗ്രാം ആർ കൺസിഡേർഡ് ബൈ മാനേജ്മെന്റ് ഓഫ് വേരിയസ് ഓർഗനൈസേഷൻ ആസ് ആൻ ഇവന്റ് ടു ഗ്രീറ്റ് ഫ്രഷ് എംപ്ലോയീസ് ഫോർമലി ത്രൂ എ പ്രൊസീജിയർ. അപ്പൊ ഇൻഡ്യൂഷൻ പ്രോഗ്രാമിലൂടെയാണ് ഫ്രഷ് എംപ്ലോയീസിനെ നമ്മൾ ഫോർമലി എന്ത് ചെയ്യുന്നത്, വെൽക്കം ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫോർമലി വെൽക്കമിങ് ദ എംപ്ലോയി. ഫ്രഷ് എംപ്ലോയിനെ ഫോർമലി നമ്മൾ എന്ത് ചെയ്യാണ്, വെൽക്കം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്. ഓവർകമ്മിങ് ഇനീഷ്യൽ അൺഈസിനെസ് ആൻഡ് ഹെസിറ്റേഷൻ. ഇനീഷ്യൽ ടെൻഷൻ എല്ലാ ന്യൂ എംപ്ലോയീസിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇനീഷ്യൽ ടെൻഷൻ എന്ന് പറയുന്നത്. ഇൻ ന്യൂ എംപ്ലോയീസ് ഈസ് കൺസേണിങ് ദ ഓർഗനൈസേഷൻ ഇസ് കോമൺ. ഒരു ഓർഗനൈസേഷനിലേക്ക് നമ്മൾ പുതുതായിട്ടൊരു എംപ്ലോയി വരാണെങ്കിൽ അവിടെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. When this nervousness is not handled properly, ആ ഒരു ടെൻഷനും നെർവസ്നെസ്സും പ്രോപ്പർലി ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ it might result in creation of negative perception about the organization. അപ്പൊ ഓർഗനൈസേഷനെ കുറിച്ചിട്ട് നെഗറ്റീവ്ലി നമുക്ക് കുറച്ച് ധാരണകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ നെഗറ്റീവ്ലി അത് നമ്മൾ അഫക്ട് ചെയ്യും. അൾട്ടിമേറ്റ്ലി അത് എന്തിന് കാരണമാകും, ലീഡ്സ് ടു ഡിസാറ്റിസ്ഫാക്ഷൻ. അത് എന്തിന് കാരണമാകും, ഡിസാറ്റിസ്ഫാക്ഷന് കാരണമാകും. അതേപോലെ തന്നെ ഹോസ്റ്റിലിറ്റി, ശത്രുത ഉളവാക്കാനുള്ള കാരണമാകും. അപ്പോ ദ ഇനീഷ്യൽ നെർവസ്നെസ് ആൻഡ് ഹെസിറ്റേഷൻ ക്യാൻ ബി ഈസിലി ടക്കിൾഡ് ത്രൂ ഓറിയന്റേഷൻ. അപ്പോ ഇനീഷ്യൽ തുടക്കത്തിലുള്ള നെർവസ്നെസ്സും ടെൻഷനും ഹെസിറ്റേഷനും കാര്യങ്ങളും അസ്വസ്ഥതയും മടിയും എല്ലാം നമ്മൾ എന്താണ് ഈസിലി കണ്ടെത്താനും അത് മാറ്റിയെടുക്കാനും ഓറിയന്റേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു പരിധി വരെ നമുക്ക് ഓറിയന്റേഷൻ അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓവർകമ്മിങ് ഇനീഷ്യൽ അൺഈസിനെസ് ആൻഡ് ഹെസിറ്റേഷൻ. ഒരു സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര നെർവസ്നെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടാവും. അതെല്ലാം ഓവർകം ചെയ്യാനായിട്ട് ഓറിയന്റേഷൻ ഒരു പരിധി വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ. The organization enables the new employee to know about the job, departments and peoples. അപ്പോ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ദ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂ എംപ്ലോയീസിനെ നോ അബൌട്ട് ദർ ജോബ്, അവരുടെ ജോബിനെ കുറിച്ചിട്ട്, ഡിപ്പാർട്ട്മെന്റ്സ്, ഓർഗനൈസേഷനുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ച്, പീപ്പിൾസിനെ കുറിച്ചിട്ടൊക്കെ അവർക്ക് കുറച്ചും കൂടി ഒരു ധാരണ വരാനായിട്ട് അത് കാരണമാകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ദ organization can provide training and development program for enhancing career opportunities. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എംപ്ലോയിക്ക് ട്രെയിനിങ്ങോ മറ്റ് കരിയർ ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. ആൻഡ് ഗീവ് ദ ഇൻഫർമേഷൻ അബൌട്ട് ഗ്രോത്ത് പ്രോസ്പെക്ട് അവൈലബിൾ ടു ദ എംപ്ലോയി. അതേപോലെ തന്നെ എംപ്ലോയിനോട് ഗ്രോത്ത് പ്രോസ്പെക്ടസ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇന്നൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മാനേജർ ആവാനായിട്ട് പറ്റും. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇന്ന എക്സാമ്പിൾ എഴുതാണെങ്കിൽ നിങ്ങൾക്ക് ജോബില് എന്താണ് പ്രമോഷൻ കിട്ടും. നിങ്ങൾക്ക് എന്താണ് ഗ്രോത്ത് പ്രോസ്പെക്ടസ് അവൈലബിൾ ആണെങ്കിൽ ആ കാര്യങ്ങൾ നമ്മുടെ എംപ്ലോയിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇൻ റിട്ടേൺ ദ ഓർഗനൈസേഷൻ ക്യാൻ ഓൾസോ ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ എംപ്ലോയി. അതേപോലെ തന്നെ ഓർഗനൈസേഷൻ എംപ്ലോയിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനും പറ്റും. their background, എംപ്ലോയിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, their individual career plans, അതേപോലെ അവരുടെ ഇൻഡിവിജ്വലി അവരുടെ കരിയർ പ്ലാൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും
എന്ത് പറ്റും, ആ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നതിലൂടെ ഓറിയന്റേഷൻ പ്രോസസ്സിലൂടെ നമുക്ക് ഒരു പരിധി വരെയും പറ്റും. ഫോർത്ത് പോയിന്റ്, അസസിങ് എംപ്ലോയി. എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ പറ്റും, അസസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്. ഈവൻ ത്രൂ ദ സെലക്ഷൻ പ്രോസസ് ഹാസ് അസസ്ഡ് ദ ട്രെയിനിങ് നീഡ്സ് ഓഫ് ദ എംപ്ലോയി ബിഫോർ ഹാൻഡ്. നമ്മൾ ആ എംപ്ലോയിന് ജോലി തുടങ്ങുന്നതിന് മുമ്പായിട്ട് അവർ അസസ് ചെയ്ത് അവർക്ക് എന്തെങ്കിലും ട്രെയിനിങ് നീഡ്സ് ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇൻഡക്ഷൻ ഗീവ് ദ ഓർഗനൈസേഷൻ അനദർ ചാൻസ് ടു റിപ്പീറ്റ് ഇറ്റ്. ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷന് മറ്റൊരു ചാൻസ് കൊടുക്കാണ്. ഇത് വീണ്ടും എന്ന് വെച്ചാൽ റിപ്പീറ്റ്, വീണ്ടും ആ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ ഒരു അനദർ ചാൻസും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ് എന്ത്, ഇൻഡക്ഷനിലൂടെ. കാരണം നമ്മൾ ആ എംപ്ലോയിനോട് കാര്യങ്ങൾ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കുന്നു. അവർക്ക് ഇനി എന്തെങ്കിലും ട്രെയിനിങ്ങിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കി അവർക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ 4 പർപ്പസ് ആണ് ഞാൻ പറഞ്ഞത്. ഫോർമലി വെൽക്കമിങ് എംപ്ലോയി, പുതുതായിട്ട് ന്യൂലി സെലക്ടഡ് എംപ്ലോയിനെ നമ്മൾ വെൽക്കം ചെയ്യാണ്. നെക്സ്റ്റ്, ഓവർകമ്മിങ് ഇനിഷ്യൽ അൺഈസിനെസ് ആൻഡ് ഹെസിറ്റേഷൻ. അൺഈസിനെസ്സോ ഹെസിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നെർവസ്നെസ്സോ ഹെസിറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് ഓറിയന്റേഷൻ പ്രോസസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻഫർമേഷൻസ് എംപ്ലോയി ഓർഗനൈസേഷന് എംപ്ലോയിനോട് എന്തെങ്കിലും ഇൻഫർമേഷൻസ് പറഞ്ഞു കൊടുക്കാൻ, ജോബിനെ കുറിച്ച്, ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ച്, അവിടെ വർക്ക് ചെയ്യുന്ന വ്യക്തികളെ കുറിച്ചിട്ടൊക്കെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ എംപ്ലോയീസിന് നല്ല രീതിയിൽ വിലയിരുത്തി അവർക്ക് ഇനി എന്തെങ്കിലും ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് വല്ലതും പ്രൊവൈഡ് ചെയ്യണോ, അല്ലെങ്കിൽ കരിയർ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് എംപ്ലോയിനെ കുറിച്ചിട്ട് കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് അക്വയർ ചെയ്യാനായിട്ട് പറ്റും. അവരുടെ ബാക്ക്ഗ്രൗണ്ട്, ഇൻഡിവിജ്വൽ കരിയർ പ്ലാൻസ്, കാര്യങ്ങളൊക്കെ നമുക്ക് അക്വയർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ അസസിങ് ദ എംപ്ലോയീസ്. നമുക്ക് എംപ്ലോയിനെ എന്ത് ചെയ്യാൻ പറ്റും, അസസ് ചെയ്യാൻ പറ്റും. അവര് നമ്മള് ജോബിലേക്ക് പ്ലേസ് ആവുന്ന മുമ്പ് ഇനി ട്രെയിനിങ് എന്തെങ്കിലും കൊടുക്കേണ്ടതുണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് അസസ് ചെയ്യാനും ട്രെയിനിങ് നീഡ്സ്, എംപ്ലോയി ട്രെയിനിങ് നീഡ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും പ്രൊവൈഡ് ചെയ്യാനും ആർക്ക് പറ്റും, എംപ്ലോയി ഓർഗനൈസേഷന് പറ്റും ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിലൂടെ. അപ്പൊ 4 പോയിന്റ് റീഡ് ചെയ്യാലോ. ഓക്കെ, ഈ 4 പോയിന്റ് മനസ്സിലായോ എല്ലാവർക്കും?
ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് പോയിന്റ് നോക്കാട്ടെ. 1 മിനിറ്റ്. ഓക്കെ, ഇനി acclimatizing the employees. നമുക്ക് ഓർഗനൈസേഷൻ, പുതിയ ഓർഗനൈസേഷന്റെ ക്ലൈമറ്റിനെ കുറിച്ചിട്ടോ അവിടുത്തെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചിട്ടോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ പുതിയൊരു എംപ്ലോയിനെ ആ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇൻഡ്യൂഷൻ പ്രോഗ്രാം make it is possible for the organization to educate the employee about the fundamentals of the job. ആ ജോബിന്റെ ഫണ്ടമെന്റൽസ്, സേഫ്റ്റി പ്രിക്കോഷൻ ടു ബി യൂസ്ഡ്, നമ്മൾ ആ ജോലി ചെയ്യുമ്പോൾ എന്തെല്ലാം പ്രിക്കോഷൻസ് എടുക്കണം, ആൻഡ് മേക്ക് ദം കസ്റ്റമൈസ്ഡ് ടു ദെയർ സർവീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതേപോലെ നമുക്ക് എങ്ങനെയാണ് ഓർഗനൈസേഷന്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലൈമറ്റൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അക്ലൈമറ്റൈസ് എന്ന് പറഞ്ഞാല് നമ്മളത് ആ കാര്യങ്ങൾ ക്ലൈമറ്റിനെ കുറിച്ച് എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം എംപ്ലോയിനോട്. ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ പോലെയാണ്, ഇതാണ് നിങ്ങളുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ജോബ്, ഈ ജോബ് ചെയ്യുമ്പോൾ ഇത്ര സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എംപ്ലോയിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇനി കൺട്രോളിംഗ് ദ HR കോസ്റ്റ്. ഇൻഡ്യൂഷൻ പ്രോഗ്രാം ആർ നോട്ട് ദെയർ. നമ്മൾ ഇൻഡ്യൂഷൻ പ്രോഗ്രാം ഒന്നും കൊടുത്തില്ല. Then employee have to learn everything by themselves. Employee ഓരോ കാര്യങ്ങൾ സ്വയമേ എന്ത് ചെയ്യണം? പഠിക്കണം എന്നുണ്ടെങ്കിൽ, and this might increase organizational expense of learning as it will cause wastage of resources. അപ്പൊ സ്വയമേ എംപ്ലോയി കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ റിസോഴ്സസ് വേസ്റ്റേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ്, വേസ്റ്റേജ് സംഭവിക്കും. ആൻഡ് വർക്ക് ഡിസ്റ്റർബൻസ്, അവരുടെ വർക്കിനെ അത് മോശമായിട്ട് ബാധിക്കും. ഇൻ ദ സെയിം വേ, when the employee are not able to meet their expectation, employee organization expectation meet ചെയ്യില്ല with the reality, they might finally quit the organization. അപ്പൊ എന്ത് ചെയ്യും? എംപ്ലോയി ഓട്ടോമാറ്റിക്കലി ഓർഗനൈസേഷൻ വിട്ടുപോകും. As the result, the HR expenditure നമ്മൾ associated with the recruitment and selection also increase. നമ്മൾ ഓൾറെഡി സെലക്ഷനും റിക്രൂട്ട്മെന്റ് ഒക്കെ കണ്ടക്ട് ചെയ്ത് ഒത്തിരി എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഒരു എംപ്ലോയിനെ സെലക്ട് ചെയ്തത്. അവർക്ക് പ്രോപ്പർ ആയിട്ട് ഇൻഡ്യൂഷൻ ട്രെയിനിങ് നമ്മൾ കൊടുത്തില്ലെങ്കിൽ എംപ്ലോയി എല്ലാ കാര്യങ്ങളും സ്വയമേ പഠിക്കേണ്ടി വരും. അത് ഓർഗനൈസേഷൻ എക്സ്പെൻസ് ആണ്, വർക്ക് ഡിസ്റ്റർബൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ആ എംപ്ലോയി എന്നിട്ടും സ്വയമേ ഒരു കാര്യവും പഠിച്ചില്ലെങ്കിൽ എന്ത് വരും? അപ്പോ ആ ഒരു ഓർഗനൈസേഷൻ അദ്ദേഹം സ്വയമേ ക്വിറ്റ് ആവും. അത് HR അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന് ഒത്തിരി എക്സ്പെൻസുകൾ വരാനുള്ള കാരണമാകും. അതേപോലെ തന്നെ സെലക്ഷൻ കോസ്റ്റ്, റിക്രൂട്ട്മെന്റ് എക്സ്പെൻസ് കൂട്ടാനായിട്ട് അത് കാരണമാകും. ഓക്കെ, ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. 2 പോയിന്റ് ഒന്ന് റീഡ് ചെയ്യട്ടോ. ബാക്കി 2 നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഏവിയേഷൻ തന്നെയാണ്, അത്ര കുഴപ്പമില്ല. അപ്പൊ നെക്സ്റ്റ് പോയിന്റുകൾ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ 2 പോയിന്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഒന്ന് റീഡ് ചെയ്ത് നോക്കി. റീഡ് ചെയ്തല്ലോ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? അപ്പൊ നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം.